Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Wakabi and Ashijoy. As usual, let us begin with a prayer. Pater Noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. എല്ലാവർക്കും പെന്തക്കോസ്താ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഇന്ന് കത്തോലിക്ക തിരുസഭയുടെ ബർത്ത്ഡേ കൂടിയാണ്. AD 33 പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്ന ആ ദിവസം മുതൽ ഒഫീഷ്യലി കത്തോലിക്ക തിരുസഭ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടു. 2000 വർഷമായിട്ട് ആരാലും പരാജയപ്പെടുത്താനാവാതെ ധീരമായിട്ട് കത്തോലിക്ക തിരുസഭ നിലകൊള്ളുന്നു. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും യുഗാന്ത്യം വരെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വൈ ദ കാത്തലിസം ഈസ് വീക്ക് ഇൻ കേരള ഓർ വൈ വി ഹാവ് എ വീക്ക് കാത്തലിസം ഇൻ കേരള. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ വളരെ വീക്കായിട്ടൊരു കാത്തലിസം നമുക്കുള്ളത്? വീക്കായിട്ടുള്ള കാത്തലിസം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ആ കാത്തലിക്സ് തന്നെ വളരെ വീക്കായിരിക്കും. ഇപ്പം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടായിരിക്കാം. ഞാൻ പറയേണ്ടത് 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് ആരെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളെ വിമർശിക്കുന്ന ആൾക്കാരൊന്നും ആക്കി മാറ്റരുത്. ഞാൻ സാധാരണക്കാരനാണ്. അപ്പം എന്നെപ്പോലെയുള്ള കുടുംബങ്ങളിൽ പൊതുവായി ചർച്ച ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്ക് വേറെ വേദിയുണ്ടോ? ഇല്ല. ഈവൻ ഇടയലേഖനം പോലും ഉണ്ട് മെത്രാന്മാർക്ക് നമ്മളോട് സംസാരിക്കാൻ. നമുക്ക് കുഞ്ഞാട്ട് ലേഖനമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആകെയുള്ള വേദി ഇതാണ്. നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മളുടെ ആശങ്കകൾ നമ്മൾ പങ്കുവെക്കുന്നു. ബിക്കോസ് ദേ ആർ ടു ബിസി ടു ഹിയർ അവർ വോയിസ്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ അവർക്ക് നമ്മൾ കേൾക്കാൻ ടൈമുള്ളൂ. അത് മുഴുവൻ സമയം അവർക്കില്ല താനും. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ബിഷപ്സ്. അപ്പോൾ വൈദികരുടെ കാര്യം നമുക്ക് പറയാതിരിക്കുക നല്ലത്. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ എടുക്കുക, ഒരു വീക്ക് കാത്തലിസം നമുക്കുള്ളത്? അതിൻ്റെ 2-3 കാര്യങ്ങളുണ്ട്. അതിലെനിക്ക് തോന്നിയിട്ടുള്ള ആദ്യത്തെ കാര്യം, വി ഡോണ്ട് ഹാവ് കറേജസ് ബിഷപ്സ്. ധീരന്മാരായിട്ടുള്ള ബിഷപ്പുമാർ, മെത്രാന്മാർ നമുക്കില്ല എന്നുള്ളതാണ് സത്യം. ധീരരായിട്ടുള്ളവർ. ഇനി ആരെങ്കിലും ധീരരായിട്ടുള്ളവരാണെങ്കിൽ ബിഷപ്പ് സ്ട്രിക്ലാൻഡിന് സംഭവിച്ചതുപോലെ അമേരിക്കയിൽ USCCB അമേരിക്കൻ ബിഷപ്പ്മാരുടെ കൂട്ടായ്മയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടതുപോലെ ഒറ്റപ്പെടും. എന്താണ് ബിഷപ്പ് സ്ട്രിക്ലാൻഡിൻ്റെ പ്രത്യേകത? എങ്ങനെയാണോ ഒരു അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ഒരു മെത്രാൻ പെരുമാറേണ്ടത് അതുപോലെ പെരുമാറിയ വ്യക്തിയാണ് ബിഷപ്പ് സ്ട്രിക്ലാൻഡ്. ഞാൻ ഇന്നും അദ്ദേഹത്തിനൊപ്പമാണ് നിൽക്കുന്നത്. പരിശുദ്ധ കുർബാനയോടുള്ള ആദരവ്, അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ദിവികാരണം എഴുന്നള്ളിച്ചിട്ട് പോകുമ്പോൾ ടെക്സാസിലെ തെരുവീതികളിൽ മുട്ടിന്മേൽ നിൽക്കുന്ന മെത്രാൻ. എന്ത് മനോഹരമാണല്ലേ അത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു കാഴ്ച കാണാൻ നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ തൻ്റെ രൂപതയിൽ ട്രഡീഷണൽ ലാറ്റിൻ മാസ് അർപ്പിക്കുന്ന ഒരു മെത്രാൻ, താൻ പീഡിപ്പിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ജനത്തിന് കാത്തലിസത്തിൻ്റെ ആ ബ്യൂട്ടിനെസ് മനസ്സിലാക്കി കൊടുക്കാൻ ധീരമായിട്ട് ഒരു സ്കേപ്പ് ഗോട്ടിനെ പോലെ, ഒരു അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്ടിനെ പോലെ തീരുമാനമെടുത്ത മെത്രാൻ. കേരളത്തിൽ നമ്മുടെ ബിഷപ്പുമാർക്ക് ഭയമാണ് ട്രഡീഷണൽ ലാറ്റിൻ മാസിന് പബ്ലിക്കായിട്ട് അനുമതി കൊടുക്കാൻ. കാരണം അവരുടെ കാര്യം കട്ടപ്പുകയാകും. കാരണം ഫ്രാൻസിസ് പാപ്പ ട്രഡീഷ്യോണിസ്റ്റ്, അതിൻ്റെ വിശ്വാസത്തെ പാരമ്പര്യത്തിൻ്റെ സംരക്ഷകർ എന്ന് പറഞ്ഞിട്ടൊരു മോട്ടോപ്രോപ്പി ഇറക്കി. ആ മോട്ടോപ്രോപ്പിക്ക് മുമ്പുള്ള മോട്ടോപ്രോപ്പി ആയിരുന്നു ബെനഡിപ്പാപ്പയുടെ സുമ്മറും പോണ്ടിഫും അങ്ങനത്തെ പേരുണ്ട്. അതിൽ ബെനഡിപ്പാപ്പ ട്രഡീഷണൽ ലാറ്റിൻ മാസ് അർപ്പിക്കാൻ എല്ലാ വൈദികർക്കും എല്ലാ രൂപതകൾക്കും പെർമിഷൻ കൊടുത്തു. അദ്ദേഹം പറഞ്ഞതാണ്, നൂറ്റാണ്ടുകളായിട്ട് സഭ വളരെ വാല്യൂബിളായിട്ട് കരുതിയിട്ടുള്ള ഇങ്ങനെയുള്ള ട്രഡീഷൻസ് നമുക്കൊരു നിമിഷം കൊണ്ട് അത് അവഗണിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹം എല്ലാവർക്കും അനുമതി കൊടുത്തു. എന്താ സംഭവിച്ചെന്നറിയോ? ദൈവവിളികൾ ഇങ്ങനെ ഒരു 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 ബോംബ് സ്ഫോടനം പോലെ വർദ്ധിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് FSSP
പോലെയുള്ള ട്രഡീഷണൽ സെമിനാരികളിൽ. പക്ഷേ ഫ്രാൻസിസ് പാപ്പ വന്നപ്പോൾ ഇതിനെ നേരെ തകിടം മറിച്ചു. പരമ്പരാഗത ലത്തീൻ കുർബാനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പാരമ്പര്യത്തിൻ്റെ സംരക്ഷകർ എന്നാണ് മോട്ടുപ്രോപ്പയുടെ പേരെങ്കിലും ഈ പരമ്പരാഗത ലത്തീൻ കുർബാനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സി ദ കോൺട്രഡിക്ഷൻ. പേര് പാരമ്പര്യത്തിൻ്റെ സംരക്ഷകർ മോട്ടുപ്രോപ്പയുടെ, പക്ഷേ ഇൻ ഫ്രൂട്ട് സംഭവിക്കുന്ന എന്താണ്? ഇതിനെ നേരെ എതിർക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയോ? ഓൾറെഡി ഒരുപാട് മോഡേണിസ്റ്റ് ബിഷപ്പുമാരുണ്ട്. അവരവരുടെ രൂപതയിൽ ഈ മോട്ടുപ്രോപ്പിയോ ആയുധമാക്കിയിട്ട് സകലവിധ ട്രഡീഷണൽ കാത്തലിക്സിനെയും പീഡിപ്പിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ട് മാസ് വെട്ടിച്ചുരുക്കി ഞായറാഴ്ച മാത്രമാക്കി. ഞായറാഴ്ച മാത്രമുള്ള ട്രഡീഷണൽ ആയിട്ട് മാസ് പൂർണ്ണമായിട്ട് നിർത്തലാക്കി. ട്രഡീഷണൽ കാത്തലിക് കമ്മ്യൂണിറ്റീസിനെ അവിടെ ബാൻ ചെയ്തു. ഇടവകയിൽ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. ട്രഡീഷണൽ ലാറ്റിൻ മാസ് മാത്രം അർപ്പിക്കുന്ന ട്രഡീഷണൽ കമ്മ്യൂണിറ്റി, ഈ റിലീജിയസ് കോൺഗ്രിഗേഷൻസിനെ രൂപതയിൽ ഇനി നിങ്ങളെ കൂടെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ തുടരുന്നു ഈ പെർസിക്യൂഷൻസ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രഡീഷണൽ ലാറ്റിൻ മാസ് ഈസ് ദ മാസ് ഓഫ് ദ ഏജസ്. യുഗങ്ങളുടെ കുർബാനയാണ്. കത്തോലിക്ക തിരുസഭയിലെ റീത്തുകളിൽ കാണുന്ന എല്ലാ ദിവ്യബലികളും റീത്തുകളിൽ രൂപപ്പെട്ടത് ഈ പരമ്പരാഗത ലത്തീൻ കുർബാനയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കത്തോലിക്ക തിരുസഭയിലെ ലാറ്റിൻ റീത്ത് ഒഴികെയുള്ള റീത്തുകളിലെല്ലാം അൾത്താര നോക്കിയിട്ടാണ് ദിവ്യബലി അർപ്പിക്കുന്നത്. ഇവൻ സീറോ മലബാർ സഭയിൽ പോലും ഇപ്പോൾ അതിനാണല്ലോ തർക്കം നടക്കുന്നത്. അപ്പോൾ കത്തോലിക്ക ലത്തീൻ സഭയിലാണ് രണ്ട് രീതിയിലുള്ള കുർബാന. ഒന്ന് ഓർഡിനറി കുർബാനയും ഒന്ന് എക്സ്ട്രാ ഓർഡിനറി കുർബാനയും. എക്സ്ട്രാ ഓർഡിനറി കുർബാനയാണ് ട്രഡീഷണൽ ലാറ്റിൻ മാസ്. അൾത്താരാഭിമുഖ കുർബാന. ജനാഭിമുഖ കുർബാനയാണ് നോവസ് ഓർഡോ 1970s ശേഷം വന്നത്. രണ്ടും വാലിഡാണ്. നമ്മുടെ കേരളത്തിൽ നമുക്ക് നോവസ് ഓർഡോ കാണാനേ ഭാഗ്യമുള്ളൂ. അപ്പോൾ ഈ മാസ് ഓഫ് ദി ഏജസിനെ തകർക്കാൻ ചക്രവർത്തിമാർക്കും പ്രഭുക്കന്മാർക്കും ആർക്കും സാധിച്ചിട്ടില്ല. നൂറ്റാണ്ടുകളായിട്ട് അർപ്പിക്കപ്പെടുന്ന കുർബാനയാണ്. വിശുദ്ധരും 99.99% വിശുദ്ധരും അർപ്പിച്ചിരുന്നത് ഈ പരിശുദ്ധ കുർബാനയാണ്. അവസാനം ഇവൻ ഫ്രാൻസിസ് പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ ബോഡി അടക്കിയിരിക്കുന്ന അവിടെ പോലും ട്രഡീഷണൽ ആയിട്ട് മാസ് അർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിനെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നത്. ആരാണോ ട്രഡീഷണൽ ലാറ്റിൻ മാസിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത് അതേ വ്യക്തിയുടെ കബറിടത്തിന് മുൻപിൽ വെച്ച് ട്രഡീഷണൽ ലാറ്റിൻ മാസ് അർപ്പിക്കപ്പെട്ടു എന്ന് ലൈഫ് സൈറ്റ് ന്യൂസിൻ്റെ കോഫൗണ്ടറായിട്ടുള്ള ജോൺ ഹെൻറി വെസ്റ്റൺ പറയുന്നു. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പം ബിഷപ്പ് സ്ട്രിക്ലാൻഡിനെ പോലെ ധീരമായിട്ട്, അപ്പം അദ്ദേഹം എന്താണ്, അദ്ദേഹം സ്വവർഗഭോഗത്തിനെതിരെയും ഗർഭചിത്രത്തിനെതിരെയും ജോ ബൈഡൻ്റെ ഗർഭചിത്ര അനുകൂല നിലപാടുകൾക്കെതിരെ എല്ലാം ശക്തമായിട്ട് പ്രതികരിക്കുന്ന വ്യക്തിയാണ് ബിഷപ്പ് ജോസഫ് സ്ട്രിക്ലാൻഡ്. ഇതുപോലെ നമുക്ക് ഒരിക്കലും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും കാണാൻ സാധിക്കില്ല. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഫിഡ്യൂസിയ സപ്ലിക്കൻസ്, സ്വവർഗഭോഗികളെ അല്ലെങ്കിൽ സെയിം സെക്സ് കപ്പിൾസ് അവരെ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ഇറഗുലർ റിലേഷൻഷിപ്സിലും സെയിം സെക്സ് കപ്പിൾസ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെ ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർപ്പാപ്പ ഒരു ഡോക്യുമെൻ്റ് ഇറക്കി. ഇത് ഫേക്ക് അല്ല, ഈ ഡോക്യുമെൻ്റ് റിയൽ തന്നെയാണ്. അതിൽ പല ന്യായീകരണങ്ങളും വരുന്നുണ്ട്. അത് ആക്ച്വലി ഉദ്ദേശിച്ചത് വ്യക്തികളെ ബ്ലെസ് ചെയ്യാനാണ് ആ ഡോക്യുമെൻ്റ്. വ്യക്തികളെ ബ്ലെസ് ചെയ്യാൻ ഇന്നു മുതൽ ആ സഭയിൽ ഡോക്യുമെൻ്റ് ഇറക്കാൻ തുടങ്ങിയത്. ആഷിഖ് ജോയ് എന്ന ഞാൻ എൻ്റെ വികാരി അച്ഛൻ്റെ അടുക്കൽ പോയിട്ട് പറയുന്നത് അച്ഛനെ ബ്ലെസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അച്ഛൻ ബ്ലെസ് ചെയ്യും. അതിന് ഡോക്യുമെൻറ്റിന് ആവശ്യമില്ല. അച്ഛനറിയാവോ ഞാൻ സ്വവർഗഭോഗിയാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതല്ല, വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഇത് സ്വവർഗ ദമ്പതികളെ സ്വവർഗ ബന്ധത്തിലുള്ള ആൾക്കാരെ ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ അടിവരട്ട് എഴുതുന്നുണ്ട്. അതുമാത്രമല്ല ഇറഗുലർ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നുണ്ട്. അതെന്തോ ആവാം. പട്ടിയുമായിട്ട് വിവാഹം കഴിഞ്ഞവരാകാം, അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളുള്ളവരെയും ബ്ലെസ് ചെയ്യാം, 2 പുരുഷനും 1 സ്ത്രീ ഉള്ളവരെ ബ്ലെസ് ചെയ്യാം. അപ്പോൾ ഇറഗുലർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ഇങ്ങനെ എന്തോ ആവാം. അപ്പോൾ ഇങ്ങനൊരു ഇത് വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാത്തലിക് ഫെയ്ത്തിന് വളരെ കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള ഇതാണത്. അതുകൊണ്ട് തന്നെ പല ബിഷപ്പുമാരും ഇതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു. കർദിനാൾസ് എതിർത്ത്, കർദിനാൾ റോബർട്ട് സാറ, കർദിനാൾ ബൂർക്ക്, കർദിനാൾ ബ്രാൻഡ് മുള്ളർ, കർദിനാൾ സെൻ, ഇങ്ങനെയുള്ള കർദിനാൾമാരെല്ലാം എതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു രീതി, ഇവരെല്ലാവരും ട്രഡീഷണൽ ആയിട്ടുള്ള കർദിനാൾസാണ്. നോക്കൂ, അതുകൊണ്ട് ഇവരുടെ പൊസിഷൻസ് എല്ലാം വലുത്. കർദിനാൾ സ്ഥാനം പോണെങ്കിൽ പോട്ട്, ആത്മാക്കളാ വലുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ ഇവരൊക്കെ എതിർത്തു. ആഫ്രിക്കയിൽ എന്താ സംഭവിച്ചത്? ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവനും മഡഗസ്കർ അടക്കം ആഫ്രിക്കൻ ബിഷപ്സ് കോൺഫറൻസ് പറഞ്ഞു,
പരിപ്പ് ഇവിടെ വേവത്തില്ല. ഞങ്ങളുടെ ഭൂഖണ്ഡത്തിലെ ഒരു രൂപതയിലും ഒരിടവകയിലും ഈ ബ്ലെസ്സിങ് ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ യൂറോപ്പിലും അമേരിക്കയിലുള്ള ചില രൂപതകളിലെ ബിഷപ്പുമാർ തീരുമാനമെടുത്തു. എന്നാൽ നിങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ആരെങ്കിലും ഇതിനെ എതിർത്തത് നിങ്ങൾ കേട്ടോ? ദേ ആർ റിയലി വറീഡ് അബൌട്ട് ദർ പൊസിഷൻസ്. കാരണം ബിഷപ്പായിരിക്കുന്ന വ്യക്തി ആർച്ച് ബിഷപ്പ് ആവാനുള്ള പരിശ്രമത്തില, ആർച്ച് ബിഷപ്പായിരിക്കുന്ന വ്യക്തി കർദിനാൾ ആവാനുള്ള പരിശ്രമത്തില. എന്തിന് വെറുതെ ഫ്രാൻസിസ് പാപ്പയെ വെറുപ്പിക്കണം? ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, അവർ വളരെയധികം ഭയത്തിലാണ്. അവരുടെ സ്ഥാനങ്ങൾ പോകുമോ എന്നുള്ള ഭയം. അപ്പം ഈ ഫിഡ്യൂഷ്യൽ സബ്ലിക്കൻസ് ഇറങ്ങിയപ്പം നോക്കണം, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അന്ന് 2023 ഡിസംബർ 29 കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഈ ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ട് ന്യൂസ് ഇങ്ങനെയാണ്: ഇന്ത്യാസ് മോസ്റ്റ് സീനിയർ കാത്തലിക് കർദിനാൾ and a close advisor to Pope Francis has said the fiducia supplicans, a controversial new Vatican text approving non-liturgical blessing for the same-sex union, is a natural for his country, calling it an affirmation of our spirituality and a gift. It is a gift. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കർദിനാൾമാരും ബിഷപ്പുമാരെല്ലാം അപ്പോൾ മണ്ടന്മാർ. അവർക്ക് ഈ ഗിഫ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയില്ല. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പറയാണ്, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ അവർ കൺട്രി. നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയതയ്ക്ക് ചേർന്ന ഗിഫ്റ്റ്. സീ ലുക്ക്, ഇതാണ് ഞാൻ പറഞ്ഞത്, ദേ ആർ റിയലി വറീഡ് അബൌട്ട് ദർ പൊസിഷൻസ്. ഇത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ യേശു ഏകരക്ഷകനാണ് എന്ന് പറയുന്ന വളരെ ചുരുക്കം മിഷൻ സ്പിരിറ്റുള്ള ബിഷപ്പുമാരെ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. അങ്ങനെ പറയാൻ ഭയമുള്ള ആൾക്കാരുണ്ട്. കാരണം നമ്മുടെ പല കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലാണുള്ളത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് വീഴും. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലെയും ക്ലാസ്സുകളിൽ കല്ല് വീഴും, പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻ്റർ റിലീജിയസ് ഡയലോഗ്സിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം. അതായത് നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് ജീവിച്ചാൽ മതി, രക്ഷയുണ്ട് എന്ന ഒരു വളരെ ഹെറിറ്റിക്കലായിട്ടുള്ള, ഏറ്റവും അധികം ആത്മാക്കളെ നിത്യനരകാഗ്നിയിലേക്ക് നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. അതായത് എങ്ങനെ ജീവിച്ചാലും മതി, യേശുവിൻ്റെ കുരിശു മരണത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല, നന്നായിട്ട് ജീവിച്ചാൽ മതി, ഏത് മതത്തിലാണെങ്കിലും കുഴപ്പമില്ല എന്നു പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, വൈ വി ഹാവ് എ വീക്ക് കാത്തലിസം, ബിക്കോസ് വി ഹാവ് എ വീക്ക് കാറ്റക്കിസം. നമുക്ക് വളരെ വീക്ക് എന്ന് പറഞ്ഞാൽ ആ വീക്കിൻ്റെ താഴെ എന്തെങ്കിലും ഇംഗ്ലീഷ് വേർഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രമാത്രം ദുർബലമായ കാറ്റക്കിസാണ് നമുക്കുള്ളത്. ഒരു രൂപതയുടെ കാറ്റക്കിസ്റ്റ് എന്ന് പറയുന്നത് ആ രൂപതയുടെ മെത്രാനാണ്. സോ വി ഹാവ് എ ക്വസ്റ്റ്യൻ, ഡു ദ ബിഷപ്സ് ഹാവ് ദ ടൈം ടു ഇവാലുവേറ്റ് ദീസ് കാറ്റക്കിസം ക്ലാസ്സസ്? എയ്ഡഡ് സ്കൂളുകളിൽ 10, 20, 30, 40, 45 ലക്ഷവും വാങ്ങി നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ രൂപത ആസ്ഥാനങ്ങളിൽ നമുക്ക് സമയമുണ്ട്. അപ്പം എത്രാൻ അവൈലബിളാണ്, മോൺസിനോർ അവൈലബിളാണ്, ചാൻസലർ അവൈലബിളാണ്, തിരക്കുള്ള എല്ലാ മനുഷ്യരും അന്ന് അവൈലബിളാണ്. ഏത് 40 ലക്ഷം കൊടുത്ത് ഈ അധ്യാപകരെ എയ്ഡഡ് സ്കൂളിൽ വാങ്ങിക്കാൻ. അങ്ങനെ എത്ര മെത്രാന്മാർക്ക് ടൈമുണ്ട്, എത്ര മോൺസിനോർമാർക്ക് ടൈമുണ്ട്? ഓരോ തൻ്റെ 10-60 ഇടവകകളിലെ ഓരോ കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെയും അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ് മുതലുള്ള കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ, പോട്ടെ 1ാം ക്ലാസ് മുതൽ ഒരു 5ാം ക്ലാസ് വരെയുള്ള കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ സ്പിരിച്വാലിറ്റി മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് പൊതുവായിട്ട് ബേസിക് കാറ്റഗിസത്തെ പറ്റിയുള്ള അവരുടെ അറിവ് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാൻ, അതുമല്ലെങ്കിൽ ഹൗ ഡു ദേ ബിഹേവ് ഇൻ ദ സൊസൈറ്റി, ഓർ എങ്ങനെയാണ് അവർ യേശുവിന് സാക്ഷികളായിട്ട് ജീവിക്കുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു 10 മിനിറ്റ് സമയമുണ്ടോ ഒരു ടീച്ചർക്ക് വേണ്ടി 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ? നോ. അതുകൊണ്ട് എന്താണ്, കണ്ണിൽ കാണുന്നവരൊക്കെ കാറ്റഗിസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയാണ്, അങ്ങനെ കണ്ണിൽ കാണുന്നവരെ വിളിച്ചിട്ട് കാറ്റഗിസം പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ജോൺ പോൾ പാപ്പയും വെണ്ടി പാപ്പയും പോലെ ആവണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. നമുക്കുള്ളതല്ലേ, ഉള്ള വിശ്വാസമല്ലേ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം പള്ളിയിൽ ഞായറാഴ്ച പോലും പള്ളിയിൽ വരാതെ ട്യൂഷന്, സ്വന്തം മക്കളെ ട്യൂഷൻ അയക്കുന്ന
അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് നേട്ടങ്ങൾക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീച്ചർ ഈ കാറ്റഗറിസം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും? അവർ ജസ്റ്റ് ഈ പുസ്തകം വായിച്ചിട്ട് പോകത്തേ ഉള്ളൂ. അനുഭവത്തിൽ നിന്ന് പഠിപ്പിക്കണം. അങ്ങനെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിപ്പിച്ചപ്പോഴാണ് നമ്മളെ അവരെ തഴഞ്ഞത്. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, ഞാൻ വീണ്ടും അതിലോട്ട് വരുന്നില്ല. അപ്പം ഈ അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിപ്പിക്കുന്നില്ല. ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, തിയറി പഠിപ്പിക്കുന്നു, കാര്യം പോകുന്നു. ആരെങ്കിലും ഉണ്ടോ ഇത് നോക്കാൻ? നമ്മുടെ സ്കൂളുകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു HOD ഉണ്ടാവും കാര്യങ്ങൾ നോക്കാൻ. ഇവിടെ ആരുമില്ല. ടീച്ചർ എന്ത് പഠിപ്പിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും ഇല്ല. അത് സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രൂപതയിൽ ഏതെങ്കിലും ഒരു കുട്ടി സ്വന്തം വിശ്വാസം ഉപേക്ഷിച്ച് മറ്റു മതത്തിൽ ചേർന്നാൽ ആ ആത്മാവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ മെത്രാൻ്റെ തലയുടെ മുകളിലാണ്. ഇതുകൊണ്ടാണ് ഒരു വിശുദ്ധം പറഞ്ഞത്, സെൻറ്റ് അംബ്രോസാന്ന് തോന്നുന്നു, നരകത്തിലേക്കുള്ള പാതകൾ ബിഷപ്പുമാരുടെ തലയൊട്ടികളും എല്ലുകളാലും ഇങ്ങനെ വിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. കാരണം ഒരു രൂപത്തിൽ എന്ത് നടക്കുമ്പോഴും, പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യത്തിൽ, ആ മെത്രാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അവസാനം എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയാൻ ആ മെത്രാൻ ഒരിക്കലും റൈറ്റില്ല. അപ്പം രണ്ടാമത്തെ കാര്യമാണ് വീക്ക് കാത്തലിസം. 12ാം ക്ലാസ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, 10ാം ക്ലാസ് 12ാം ക്ലാസ് എനിക്ക് ഓർമ്മയില്ല. കാറ്റഗിസം കഴിഞ്ഞൊരു കുട്ടി ഫുൾ A+ അല്ലെങ്കിൽ മുഴുവൻ കാറ്റഗിസത്തിൽ മുഴുവൻ മാർക്കും വാങ്ങിച്ച കുട്ടി ഒരു മെത്രാൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടി അവാർഡ് പോലും വാങ്ങി. എന്തിനാണോ? ബെസ്റ്റ് കാറ്റഗിസം സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് വാങ്ങിച്ച കുട്ടി എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ സ്കൂളിലെ റിസൾട്ട് വന്നു, 1 A+, 2 A എന്തൊക്കെയോ സംതിങ് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞ് ജീവനൊടുക്കി. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 12 വർഷം അല്ലെങ്കിൽ 10 വർഷം ഈ കുട്ടി കാറ്റഗിസം വഴി എന്താണ് നേടിയത്? നിത്യജീവനെപ്പറ്റി ബോധ്യം ലഭിക്കാതെയുള്ള കാറ്റഗിസം കൊണ്ട് ആർക്കാണ് നേട്ടം? നമ്മൾ കുറേ അസൈൻമെൻറ്റ്സും കുറച്ച് എക്സാംസും നടത്തി ഒരു കോളേജ് സ്കൂൾ ലെവൽ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ആർക്ക് നേട്ടം? So why we have a weak Catholicism here? Because we have a weak catechism. മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സാംസ്കാരിക അനുരൂപണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ എത്തിപ്പോയി എന്നുള്ളത്. ഇവൻ വേളാങ്കണ്ണി പള്ളിയിൽ പോലെ അനൗൺസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, നിങ്ങളിവിടെ ഈ വിജാതീയമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളിവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്. അതൊരിക്കലും നമുക്ക് എക്സ്ക്യൂസ് അല്ല. എന്തിന്? നമ്മുടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസ് അല്ല, നമ്മളെ സത്യം പ്രഘോഷിക്കാനുള്ള എക്സ്ക്യൂസ് അല്ല ഇതൊന്നും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ? ഈവൻ വി ഹാവ് എ ഇന്ത്യൻ മാസ്. ഡിഡ് യു നോ? ഭാരത കുർബാന എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കുർബാനയുണ്ട്. മലയാള ഭാഷയിൽ പറഞ്ഞാൽ കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്ന് നമ്മൾ പറയത്തില്ലേ? സോറി ടു സേ ദീസ് വേർഡ്സ്. പക്ഷെ ഇതല്ലാതെ അതിനെ നമുക്ക് ഉപമിക്കാൻ വേറെ വാക്കുകളില്ല. അത് ആക്ച്വലി ഞാൻ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഒരു വൈദികൻ പറയുന്നുണ്ട്, അത് ആക്ച്വലി അത് ബിഷപ്പുമാരൊന്നും അപ്രൂവ് ചെയ്യാത്തതാണ്. പക്ഷെ അത് സ്റ്റിൽ അങ്കമാലിയൊക്കെയുള്ള ഇവൻ എന്നെ അൽമായർക്കുള്ള തിയോളജി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു വൈദികൻ, അദ്ദേഹത്തിൻ്റെ ഫൈനൽ, അതായത് ഈ തിയോളജി പഠിപ്പിച്ച് കഴിഞ്ഞ് അവസാനത്തെ ദിവസം ആ സ്ഥലത്ത് പോയിട്ട് ഈ ഇന്ത്യൻ മാസിൽ അറ്റൻഡ് ചെയ്യണം. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ പിന്നെ പങ്കെടുത്തിട്ടില്ല. ഇവിടെ അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യം ഇതൊക്കെ രൂപതയുടെ നേതൃത്വത്തിലാണ് നടക്കണമെന്ന് ഓർക്കണം. അവർ പഠിപ്പിക്കണത് ആദവും ഹവ്വയൊക്കെ ഇല്ല, അവരൊക്കെ ഇല്ലാത്ത കഥാപാത്രങ്ങളാണ്. നോഹയൊന്നും ഇല്ല, അതൊക്കെ ജസ്റ്റ് സ്റ്റോറീസ്. അബ്രഹാം മുതലാണ്. അപ്പോൾ അബ്രഹാം മുതലാണെങ്കിൽ പിന്നെ ഈശോ വരേണ്ട ആവശ്യം എന്താ? ആദവും ഹവ്വയും പാപം ചെയ്തതുകൊണ്ടല്ലേ യേശു ക്രിസ്തു ഭൂമിയിൽ വരേണ്ട ആവശ്യം വന്നത്. എന്തോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പം ഇതാണ്, അതായത് ഈ സാംസ്കാരിക അനുരൂപണം എന്ന് പറഞ്ഞ് 2ാം വത്തിക്കാൻ കൗൺസിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹൈന്ദവ ആചാരങ്ങളുടെയും ഒരു പകർപ്പ് കത്തോലിക്ക സഭയിലോട്ട് വന്നു. നമുക്ക് നിലവിളക്കുണ്ട്, അവർക്ക് നിലവിളക്കുണ്ട്. അവർക്ക് നിലവിളക്കുണ്ട്, നമുക്ക് നിലവിളക്കുണ്ട്. അവർക്ക് കൊടിമരമുണ്ട്, നമുക്ക് കൊടിമരമുണ്ട്. നമ്മുടെ കൊടിമരത്തിൻ്റെ ഒന്നും സ്റ്റൈല് പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. അവർക്ക് സ്വർണം പൂശിയ കൊടിമരമാണ്, നമുക്കും സ്വർണം പൂശിയ കൊടിമരമാണ്. അവർക്കും ചെണ്ട കൂട്ടും ഉത്സവത്തിന്, നമുക്ക് പെരുന്നാളിന് ചെണ്ട കൂട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് അന്വേഷിച്ചപ്പോൾ ഈ ചെണ്ട കൂട്ടുന്നതിൻ്റെ പിന്നെ ഒരു ഐതിഹ്യമുണ്ട്. അമ്പലങ്ങളിൽ ഉത്സവങ്ങളിൽ അത് ആക്ച്വലി അവരുടെ ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഉത്സവം. അപ്പോൾ അസുരന്മാർ ഈ സമയത്ത് കോപാകുലരായിട്ട് നിൽക്കും, ഞങ്ങൾ ആർക്കും വേണ്ടേ. അപ്പോൾ അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെണ്ട കൂട്ടുന്നതെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. നിലവിളക്ക് വെക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം നിലവിളക്ക് റെപ്രസെൻറ്റ്സ് അവരുടെ ഒരു ദേവൻ്റെ
ഒരു ഇതാണ്, എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പം അതുവഴി സന്താനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഭാഗം മുറിച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കുരിശ് വെക്കുന്നു. അപ്പോൾ ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, സാത്താനെ മാമോദിസം ഒക്കെ നമുക്ക് പറ്റുമോ, അതായത് ഇത് മുറിച്ച് മാറ്റി കുരിശ് വെച്ചാൽ ഇത് ക്രിസ്തീയമായോ അങ്ങനെ. പിന്നെ നേർച്ചകളും ഇതെല്ലാം ഹൈന്ദവ രീതിയിലുള്ളതായി മാറി. അപ്പം ജനിച്ച് വീഴുന്ന പിള്ളേർ, കേരളത്തിൽ ഇന്ത്യയിൽ ജനിച്ച് വീഴുന്ന പിള്ളേർ കാണുന്ന രംഗം എന്നാണ്. ഈവൻ ഞാൻ ഇതിൻ്റെ ഒരു വേസ്റ്റ് സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ഫോട്ടോസ് കാണിക്കാം. അതായത് ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ സക്രാരി ക്രമീകരിച്ചിരിക്കുക. സക്രാരി ഈശോ ഇരിക്കുന്നത് യോഗ ചെയ്യണത് പോലെയാണ് എല്ലാം. അതായത് കണ്ട ഒരു ഹൈന്ദവ ദേവീ ദേവന്മാരുടെ ഒരു പള്ളിയാണെന്നേ പറയത്തുള്ളൂ. ഈശോയും മാതാവും എല്ലാവരും ഈ രീതിയിലാണ് ഉള്ളത്. അപ്പം അത് അങ്ങേ അറ്റത്തെ ലെവലിലെത്തി ആ കാര്യങ്ങൾ. എന്നാൽ അതേ സമയത്ത് ധ്യാനകേന്ദ്രങ്ങൾ പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇങ്ങനെ സാംസ്കാരിക അനുരൂപണം എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിലുള്ള കാത്തലിസം പിള്ളേർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ കുഞ്ഞിനെ വളർന്നു വരുമ്പം കാണുന്ന എന്താണ്, അമ്പലത്തിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ധ്യാനഗുരു, അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ ദൈവദേവന്മാരെ പുകഴ്ത്ത് പറയുന്ന വൈദികൻ, പ്രസംഗത്തിൽ മഹാഭാരതവും രാമായണവും വായിക്കാൻ പറയുന്ന വൈദികൻ, ഉപമകൾ യേശുവിന് ഉപമ പറയാൻ ബൈബിളിൽ കഥയില്ലാത്തത് കൊണ്ട് മഹാഭാരതവും രാമായണവും ഉപമയായിട്ട് പറയുന്ന വൈദികൻ, അത് രാമായണ മഹാഭാരതം വായിക്കാൻ വിശ്വാസികൾ ഉത്ബോധിപ്പിക്കുന്ന വൈദികൻ. മുസ്ലിംസും ക്രിസ്ത്യൻസും ആരാധിക്കുന്നത് ഒരു ദൈവത്തെയാണ്, നമ്മളെല്ലാം അബ്രഹാമിൻ്റെ മക്കളാണ് എന്ന് പഠിപ്പിക്കുന്ന മെത്രാന്മാർ. ദിസ് ഈസ് ദ റീസൺ വൈ വി ഹാവ് എ വീക്ക് കാത്തലിസം. അവിടെ ഈ കാത്തലിസം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ആൺപിള്ളേർക്കൊന്നും അതായത് ഞാൻ അടക്കമുള്ള ആൾക്കാർ നമ്മൾ മുന്നോട്ട് പോകുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകളോട് മാത്രം. അതായത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല, ബ്ലാങ്കാണ്. പക്ഷെ ക്രിസ്തു കൂടെയുണ്ട്. ഇതിനു മുമ്പുള്ള തലമുറകൾ ആരും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല എന്നൊരു ബോധ്യം എനിക്ക് ലഭിച്ചത് എൻ്റെ കാറ്റഗീസത്തിൽ നിന്നല്ല. എനിക്ക് കാറ്റഗീസത്തിൽ നിന്നും ആകെ ലഭിച്ച കാര്യം ഈശോ ദൈവമാണെന്ന് മാത്രം. അതും തിയറിയായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ വിശ്വസിച്ചില്ല. ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ അനുഭവം. അവിടെ വെച്ചിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഇതൊരു റിയാലിറ്റിയാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്നതും ഇന്ന് ജീവിക്കുന്ന വ്യക്തിയാണെന്നുള്ളത്. ബാക്കി എൻ്റെ കാത്തലിക് ഫെയ്ത്ത് ഫോർമേഷൻ എല്ലാം വിദേശത്തുള്ള ബിഷപ്പുമാരും അവിടെയുള്ള ഫ്രണ്ട്സുമാരാണ് എന്നെ സഹായിച്ചത് ഇത് ഫോം ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ ദൈവമേ, പഴമാണെന്ന് കരുതി പഴത്തൊലിയാണല്ലോ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൾച്ചറാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഫോം ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫോം ചെയ്യുമ്പോഴാണ് നമ്മുടെ ആൺപിള്ളേർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. അതായത് ഈ ഡോക്ടർ ടൈലർ മാർഷിനെ പോലുള്ളവർ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്. കാരണം വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 23 വയസ്സിൽ കല്യാണം കഴിച്ചു. ഇപ്പോൾ 44 വയസ്സായെന്ന് തോന്നുന്നു. 8 മക്കളുണ്ട്. ഇന്ന് നമ്മുടെ പിള്ളേരുടെ 25 വയസ്സിൽ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ചേട്ടാ സെറ്റിലായില്ല എന്ന് പറഞ്ഞ് 40 വയസ്സിലോട്ട് പോകും. അവസാനം കല്യാണം, ഞാനതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അവസാനം പെണ്ണും കിട്ടത്തില്ല, ഇങ്ങനെ പോകണം. പിന്നെ നമ്മൾ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അപ്പം എന്നെ മുന്നോട്ട് നയിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ ഇങ്ങനെയുള്ള ട്രഡീഷണൽ കാത്തലിക് ഒരു ഫാമിലി സിസ്റ്റം രൂപപ്പെടുത്തിയിട്ട് അവരും ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ട്രൂ കാത്തലിക് ഫെയ്ത്താണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആൾക്കാരുണ്ട്, അതിന് പറ്റിയ മെത്രാന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻസ് ഇല്ലാതെ ഒരു ആണും പെണ്ണും കെട്ട അവസ്ഥയിലാണ് നമ്മുടെ കത്തോലിക്ക പിള്ളേർ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ യൂത്തിൻ്റെ അവസ്ഥ. അപ്പം ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓംബ്ര, തമ്പ്ര, അടിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതിയാണെന്നാണ് നമ്മുടെ പിള്ളേർ ധരിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ഇവിടെ വിശുദ്ധരെ പറ്റി നമ്മൾ പറയുന്നത് നമ്മുടെ മൈൻഡിലുള്ളൊരു സങ്കല്പം ഇങ്ങനെയാണ്, വളരെ ഇങ്ങനെ കുലീന, ദേ ആർ വെരി ബോൾഡ്. ഈവൻ ചില വിശുദ്ധരൊക്കെ ചില ആൾക്കാരുടെ കാരണത്തെ വരെ രണ്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുവഴി ആ വ്യക്തികൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് പാപ്പ, നമ്മുടെ സാന്റാക്ലോസ്, സെൻറ്റ് നിക്കോളസ്, യേശുവിൻ്റെ മാതാവിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരാളുടെ മുഖത്തേക്ക് ഒറ്റ അടി. പിന്നീട് ഈശോയും മാതാവും ഇടപെട്ട് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് വിശുദ്ധർ. നമ്മുടെ ഇവിടെ വരുമ്പോഴേക്കും വിശുദ്ധർ പഞ്ചപാവങ്ങൾ തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാർ എന്ന രീതിയിലാണ് ഇവിടെ പഠിപ്പിച്ചേക്കുന്നത്.
പക്ഷേ സ്പെയിനിലൊക്കെയുള്ള വിശുദ്ധർ ദർ വെരി ബോൾഡ്, ഒരു അറ്റ ഇടി വെച്ചെന്നാലുണ്ടല്ലോ എന്നൊക്കെ രീതിയിലാണ് അവരുടെ സംസാരങ്ങൾ. അപ്പോൾ ഈ രീതിയിലൊരു ബോൾഡ്നെസ്, ഒരു കറേജ്നെസ് നമ്മുടെ ആൺപിള്ളേർക്ക് ഇല്ലാതെ, അത് ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പം എൻ്റെ ഈശോ അറിയാതൊന്നും സംഭവിക്കത്തില്ല. ഈ വിശുദ്ധരൊരു മാതൃക നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ട് ചെറിയ ശമ്പളത്തിനാണെങ്കിലും ഈശോയുടെ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടിയിട്ട്, ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ഞാൻ വിവാഹം കഴിച്ചിട്ട് പോകും. എൻ്റെ കുഞ്ഞുങ്ങൾ ജന്മം നൽകുന്ന ഈശോയ്ക്ക് വേണ്ടി. ഈ ഒരു രീതിയൊന്നും, ഈ ഒരു ചിന്ത എനിക്ക് അറിഞ്ഞോട്ടെ, ഇത് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നുള്ളത്. ഈ ഒരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് കാറ്റഗിസം കിട്ടണ്ടേ, ഈ ഒരു കാര്യം കിട്ടണ്ടേ. അപ്പം ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ആൺപിള്ളേർക്ക്, അല്ലെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വീക്ക് കാത്തലിസം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. വിവാ ക്രിസ്തോറെ, എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സത്യം പ്രഘോഷിക്കുക. യു വിൽ ബി പെർസിക്യൂട്ടഡ്, ബട്ട് യു വിൽ ബി റിവാർഡഡ് ബൈ ദ ലോർഡ് ഓഫ് ലോർഡ്സ് ആൻഡ് ദ കിങ് ഓഫ് കിങ്സ്, ജീസസ് ക്രൈസ്റ്റ്. വിവാ ക്രിസ്തോറെ.